അങ്ങനെ ഒരു അലിഗേഷൻ ഓക്കെ പുതപ്പിനടിയിൽ ഞാൻ ഇവർ ഉമ്മ വെക്കുന്നത് കണ്ടു 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 തന്നെയാണ് പറയുന്നത്. അവളെ ചാലഞ്ച് ചെയ്ത് ഇത് നീ റോങ് ആകും, അപ്പൊ നീ എന്താ സോറി പറയോ എല്ലാവരുടെ മുമ്പേ അവൾ പറഞ്ഞു പറയത്തില്ല. പറഞ്ഞില്ലല്ലോ. പിന്നെ ബാഡ് വേർഡ്സ് എന്തെങ്കിലും പഠിച്ചോ? അത് പറയാമോ? പിന്നെന്താ, ഞാൻ അക്ബറോടാണ് പഠിച്ചത്. ഈ അക്ബറൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ ആ തെറി പറഞ്ഞപ്പോ ആരെ വിളിച്ചു? എന്തൊക്കെയാണ് മലയാളത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ? കഴിവേറി, കഴിവേറി അതെന്താ എനിക്കറിയാത്തൊരു വാക്ക് മലയാളത്തില്. ഇതിന്റെ ഓപ്പോസിറ്റ് കൊള്ളത്തില്ല, അത് പറയരുത്. പഠിച്ചതാണ്. എവിടെന്ന്? അക്ബർ. അക്ബർക്ക് പറഞ്ഞിട്ട് ഞാനൊന്ന് കാണുന്നുണ്ട്. ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഓ ഈ കൊച്ചു അങ്ങനെയാണ്. ഞാൻ പബ്ബിലും പോവാറുണ്ട്, അമ്പലത്തിലും പോവാറുണ്ട്. പബ് ഡ്രസ്സിങ് വെച്ചിട്ടല്ല ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് മലയാള സൊസൈറ്റിയെ പഠിപ്പിച്ച ഒരാളാണ്. ഇഫ് ഐ കുഡ് ഡു 10% ഓഫ് ദാറ്റ് ഐ ആം വെരി ഹാപ്പി. ബിക്കോസ് അതെനിക്കൊരു സന്തോഷമേ ഉള്ളൂ. ഈ സദാചാരം ഇവിടെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? ആ ഒരു ബ്ലാങ്കറ്റ് ഇഷ്യൂ ഒക്കെ അനു കൊണ്ടുവന്നത് അതുകൊണ്ടാണെന്ന് ഐ ഫീൽ. എല്ലാവർക്കും ഇല്ലായിരുന്നു സദാചാരം. അനുമോൾ ഇച്ചിരി കൂടി ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഷാനവാസിന്റെ പോലെ അനുമോൾക്കും ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. മലയാളിയായ നോർത്ത് ഇന്ത്യക്കാരി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പൊ പുറത്തിറങ്ങിയിട്ട്? കീഴടക്കിയോ? ഐ തിങ്ക് I shouldn't be saying 35,000 messages. Oh my god. Seriously. That's huge. ഞാനടുത്ത് അനുമോളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനടുത്ത് ഇങ്ങനെ വേണം, ആൾക്കാർ ഇവളെ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെടും, അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കും. പക്ഷെ ഞാനടുത്ത് അത് നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ആകാതെ പിന്നെ ഞാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചേഞ്ച് ആയില്ല. പക്ഷെ അടിപൊളി. അപ്പൊ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മലയാളി ചെറുക്കനെ ആയിരിക്കും നോക്കുക. അത് കിട്ടിയാൽ നല്ലതാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ജിഞ്ചർ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇങ്ങനെ തകർത്ത് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീസൺ കണ്ടവരുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരു നോർത്ത് ഇന്ത്യക്കാരി മലയാളി സുന്ദരി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സെൻസേഷൻ ആയിട്ടുള്ള ജിസേൽ തക്രാറാണ് എൻ്റെ ഇന്നത്തെ ഗസ്റ്റ്. ഹായ് ജിസേൽ. നോർത്ത് ഇന്ത്യക്കാരിയല്ല, മലയാളി. പക്ഷെ ഒരു ഹാഫ് നോർത്ത് ഇന്ത്യൻ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നോർത്ത് ഇന്ത്യക്കാരിയായ മലയാളി കുട്ടി. പക്ഷെ യൂഷ്വലി മദർ ടങ് പറയും, അത് അങ്ങനെ ഓർത്താൽ മലയാളമാണ്. 3 കാരണം പറ മലയാളികളെ ഇത്ര ഇഷ്ടപ്പെടാൻ. ഞാൻ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? എ, ബിക്കോസ് ഞാനും മലയാളിയാണ്. ബി, കൊച്ചിലെ ഒരു കണക്ഷൻ ഉണ്ട്. അമ്മ, വല്യമ്മ, ഡാഡ് ഡെത്ത് കുറെ ഞാൻ ലൈക്ക് ഐ വാസ് വെരി സ്മോൾ അപ്പോൾ ഡാഡ് മരിച്ചായിരുന്നു. ഓ, എത്ര വയസ്സുണ്ടായിരുന്നു? ഐ വാസ് ഓൾമോസ്റ്റ് ലൈക്ക് 6 years old. ഓ, സോ അത് അത്ര കണക്ഷൻ. അപ്പോൾ അമ്മ, വല്യമ്മ ആണ് എന്നെ വളർത്തിയത്. അപ്പോൾ അവരെ ഫുൾ മലയാളിയല്ലേ. അപ്പോൾ അവരുടെ ഒരു നമ്മൾ കൊച്ചിലെ ഒരു നമ്മളുടെ സംസ്കാരം അതാണ്, കേരളത്തിന്റെ സംസ്കാരമാണ്. അങ്ങനെ മലയാളിയല്ലേ. പിന്നെ 3ാമത്തെ റീസൺ ഫുഡ് ആകട്ടെ. പിന്നെ എല്ലാ വർഷം വരുമായിരുന്നു സമ്മർ ഹോളിഡേയ്സിൽ കേരളത്തില്. ഒരു ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഓ ബ്യൂട്ടിഫുൾ. ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും ആലു പറാത്ത ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് ജിസേൽ. ഞങ്ങൾ മലയാളികളുടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നേ? എനിക്കിപ്പം എല്ലാം അറിയാം, ടു ബി ഓണസ്റ്റ്. എനിക്ക് അവിയൽ അറിയാം, സാമ്പാർ അറിയാം. ഈ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. മമ്മി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കൊച്ചിലെ മമ്മീനെ കണ്ട് അറിയാം. പക്ഷെ ഉണ്ടാക്കത്തില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അവിയൽ ഉണ്ടാക്കാൻ ചാൻസ് കിട്ടിയില്ല, അത്ര കറികൾ ഞങ്ങൾ കണ്ടില്ല ബിഗ് ബോസ് ഹൗസിൽ. പക്ഷേ സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. പുളി കിട്ടിയ ദിവസം സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. കണ്ടോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാം, വെറുതെ പറയല്ല. അടിപൊളി. അപ്പൊ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മലയാളി ചെറുക്കനെ ആയിരിക്കും നോക്കുക. അത് കിട്ടിയാൽ നല്ലതാണ്. ഓക്കെ, അടിപൊളി. ഇതിപ്പോ എന്തായാലും 2 ലാംഗ്വേജിലുള്ള ബിഗ് ബോസിൽ പങ്കെടുത്ത ആളാണ് ജിസേൽ. അധികം ആർക്കും കിട്ടാത്തൊരു അപൂർവ ഭാഗ്യമാണത്. അപ്പം ഞാൻ ജിസേലിനോട് ഡബിൾ ടോർച്ചർ ആണ്. അല്ല, സ്വന്തം ചോയ്സ് അല്ലേ പോകണം എന്നുള്ളത്. സ്വന്തം നമ്മൾ ചിലപ്പം ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കും ടോർച്ചർ ആകാൻ. എന്ത് തോന്നണു ഇപ്പൊ? അതൊരു ടോർച്ചർ ആയിട്ട് തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് ഹിന്ദി ടോർച്ചർ അല്ലായിരുന്നു, പക്ഷെ 7ന്റെ പണി വാസ് ടോർച്ചർ ഫോർ ഷുവർ. അയ്യോ, എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര എനിക്കങ്ങ് സങ്കടം വന്നു. ആസ് എ ഗേൾ ഒരു ക്രീം കൊടുക്കത്തില്ല, ഒരു ലിപ്സ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ പകുതി കൊടുത്തില്ല. ലൈക്ക് ഇൻ ദ സ്റ്റാർട്ടിങ് അറ്റ്ലീസ്റ്റ് അതൊരു ബേസിക് അല്ലേ. സൺസ്ക്രീൻ, നമ്മുടെ സ്കിൻ അഴുക്കാവും. എൻ്റെ സ്കിൻ ആണെങ്കിൽ വെരി സെൻസിറ്റീവ് സ്കിൻ, യുനോ. ആൻഡ് പിന്നെ സൺസ്ക്രീൻ കിട്ടിയില്ല, ഒരു മോയ്സ്ചറൈസർ ഇല്ലായിരുന്നു.
മേക്കപ്പ് ഇസ് അഡീഷണൽ. ഐ അണ്ടർസ്റ്റാൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ മസ്റ്റ് ബി തിങ്കിങ് എന്താണ് മേക്കപ്പിന് വേണ്ടി ഇവൾക്ക് ഇത്രോ. മേക്കപ്പ് ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാം, പക്ഷെ വി നീഡ് ആ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സ്കിൻ കെയർ. സത്യം, അയ്യോ ഒന്നുമില്ലെങ്കിൽ ഒരു സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും എങ്കിലും കൊടുക്കാമായിരുന്നു. ലിപ്സ്റ്റിക് വേണം, മേക്കപ്പ് അത്ര വേണ്ട, പക്ഷെ ലൈക്ക് ലിപ്സ്റ്റിക് ഇസ് മേക്കപ്പ്, ബട്ട് അറ്റ്ലീസ്റ്റ് വൺ ലിപ്സ്റ്റിക് വാസ്. എനിക്ക് ടോട്ടലി നിങ്ങളുടെ ആ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ പറയും, എന്നാൽ ഇവർ എന്ത് പരിപാടി കാണും, ലിപ്സ്റ്റിക് എങ്കിലും കൊടുക്കണ്ടേ ഇവർ. കാരണം നിങ്ങളെപ്പോഴും മീഡിയയുടെ ഫ്രണ്ടിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാകാം. എന്നാലും ഞാൻ ചോദിക്കുക, അന്ന് അനു വന്നിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇതാക്കിയപ്പോൾ പൊട്ടറ്റോടെ ഇതാണ് എന്ന് പറഞ്ഞു, അത് സത്യമായിരുന്നു? ആ മേക്കപ്പ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനു 4-5 വർഷം എൻ്റെ ബെഡ് ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. അതില്ലായിരുന്നു ആ നേരത്തെ. ബിക്കോസ് സി ഐ കെപ്റ്റ്, ഞാൻ ലിപ് ടിന്റ് യൂസ് ചെയ്തായിരുന്നു നൂറാടെ, പക്ഷെ കൺസീലർ അല്ലെങ്കിൽ അവൾ പറഞ്ഞ ഫൗണ്ടേഷൻ ഇത്ര വലിയൊരു ബോട്ടിൽ നിങ്ങൾ എടുത്താൽ അത് കാണത്തില്ല, അതെങ്ങനെ വെക്കും ഞാൻ. അപ്പോൾ അത് മേക്കപ്പ് ഇല്ലായിരുന്നു. ഞാൻ പൊട്ടാറ്റോയുടെ ഇങ്ങനെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസും തക്കാളിയുടെ ജ്യൂസും കുറച്ച് നേരം വെച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും. നിങ്ങളിങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെക്കുമ്പോൾ അത് കറക്കും ഇച്ചിരി, പിന്നെ അത് മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു കളർ വരും. അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ടാൻ മാറാനാണ് ഞാൻ അങ്ങനെ ഇട്ടതാണത്. ഓക്കെ. പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ടായിരുന്നു നൂറാടെ. അത് ചിലപ്പം ടിന്റ് ആയിരുന്ന ഇല്ലേ അതെനിക്ക് അറിയത്തില്ല, പക്ഷെ ആ ദിവസം ഒരു ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു, ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒരു കളർ വരും, ലൈക്ക് കറുത്തിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ലൈക്ക് ബ്രൗൺ കളർ വരും, ആ കളറായിരുന്നു അത്. ഓക്കെ. അപ്പം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഒരു കാര്യത്തിൽ എനിക്ക് ആക്ച്വലി ജിസേലിൻ്റെ മമ്മിയുടെ അടുത്താണോ അതോ ജിസേലിൻ്റെ അടുത്താണോ ഒരു താങ്ക്സ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പം നമ്മളെ സൊസൈറ്റിയുടെ ഒരു പലതരത്തിലുള്ള ആൾക്കാരുടെ റിഫ്ലക്ഷനാണ്, ഒരു മിറർ ആണെന്നാണല്ലോ പറയുക. അപ്പം ജിസേല് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന എങ്ങനത്തെ ഗേൾസിനെയാണെന്ന് അറിയാം, എന്നെ പോലെയൊക്കെയുള്ള പെൺപിള്ളേരെ. കാരണം ഞാൻ സൽവാർ ഇടും, എന്നാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ആ സ്ഥലത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യും. ഞാൻ എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സും യൂസ് ചെയ്യുന്ന ആളാണ്. യെസ്, എക്സാക്ട്ലി. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുമ്പം എസ്പെഷ്യലി വെൻ ഇൻ കേരള ആൾക്കാർക്ക് നമ്മളെ ഒരു ടിപ്പിക്കൽ നോട്ടോ കൊണ്ട്, ഒരു കമൻറ്റ് അടി കൊണ്ട്, ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഓ ഈ കൊച്ച് അങ്ങനെയാണ്. ഞാൻ പബ്ബിലും പോകാറുണ്ട്, അമ്പലത്തിലും പോകാറുണ്ട്. പബ്ബിൽ പോകുമ്പോൾ പബ്ബിലിടേണ്ട ഡ്രസ്സ് ഇടും, അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകേണ്ട ഡ്രസ്സ് ഇടും. അപ്പം നമ്മളെയൊക്കെ ആദ്യമേ അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ നമ്മൾ എന്താണെന്ന് അറിയാതെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ തിങ്ക് ജിസയിൽ വന്നിട്ടാണ് ഓക്കെ നമ്മളിലും ഒരുപാട് നന്മയുള്ളവരാണ്, നമ്മളും ഒരുപാട് സ്നേഹിക്കാൻ അറിയുന്നവരാണ്, ഒരുപാട് നല്ല ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. ഡ്രസ്സിങ് വെച്ചിട്ടല്ല ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് മലയാള സൊസൈറ്റിയെ പഠിപ്പിച്ച ഒരാളാണ് ജിസയിൽ. Oh my God, like seriously, if I could do 10% of that, I am വെരി ഹാപ്പി. ബിക്കോസ് അതെനിക്കൊരു സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ കൊച്ചിലെ എൻ്റെ ഒരു ഈ മോഡൽ ഫേസ് ഉണ്ട്, അപ്പോൾ ഞാൻ എപ്പോഴും ഐ ഗെറ്റ് ജഡ്ജ്ഡ്. ഇവള് ഭയങ്കര ആയിരിക്കും, ഇവള് ഫുൾ ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഇവള് ആംഗ്രി ആയിരിക്കും. ഇൻഫാക്ട് ഈ ഷോ ചെയ്യാൻ നേരത്തും പ്രൊഡക്ഷനും അവരോടുത്ത് ജിസേൽ ഇച്ചിരി നോക്കിക്കണം, ഇച്ചിരി ആറ്റിറ്റ്യൂഡ്കാരെയാണെന്ന് അവർ ഓൾറെഡി ലൈക്ക് ക്രൂ ഇങ്ങനെ ഓർത്ത് എന്നെ പറ്റി. അപ്പം ഞാൻ ഓർത്ത് അതെന്താ എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യണേ നോക്കിയാൽ എനിക്കായിരുന്നു ലീസ്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാവരും തൊട്ട് ഇഫ് യു കമ്പയർ. ബട്ട് ബിക്കോസ് ഐ ഗെറ്റ് ജഡ്ജ് ദ വേ ഐ ലുക്ക്, സോ ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ്. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ആൾക്കാർ like I have already said this, don't judge a book by its cover. എവിടെ നിന്നാണ് ഈ ഒരു മലയാള തനിമയോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരത്തോടുള്ളൊരു ഇഷ്ടം വന്നത്? അമ്മ ശീലിപ്പിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു അത്? മലയാളം പഠിക്കാൻ പറയുക അല്ലെങ്കിൽ ആ ഡ്രസ്സ് ധരിപ്പിക്കുക, എങ്ങനെയായിരുന്നു? സോ കൊച്ചിലെ മമ്മി ആണെങ്കിൽ എന്നോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ലൈക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വായന്ന് മലയാളം വരും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും താമസിച്ചാൽ മലയാളികൾ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുമ്പ് ഇങ്ങനെ പറയും, എന്ന് വെച്ചാൽ സീക്രട്ട് പറയും, എടി അത് ശരിക്കും വേടി അതൊന്നും പറയരുത്, ഞാൻ പിന്നെ ആരാ പറയാ, ഇങ്ങനെ ചെയ്യരുത് ഞാൻ പറയും. അപ്പോൾ അത് അങ്ങനെ മമ്മി എപ്പോഴും ഇങ്ങനെ ശീലമാണ്. നിങ്ങളുടെ സീക്രട്ട് ലാംഗ്വേജ് ആണ് അവിടെ മലയാളം? മലയാളമാണ്. നിങ്ങൾ ഏത് കൺട്രിയിൽ പോയാലും അമ്മ ആ ഒരു മലയാളത്തിലൊരു അത് പറയും ഇങ്ങനെ. അമ്മയുടെ നാട് എവിടെയാ? ആലപ്പുഴ. ഓക്കെ. സോ ആ മമ്മി എപ്പോഴും പറയും. അപ്പോൾ പിന്നെ വല്യമ്മ വാസ് വെരി സ്ട്രിക്റ്റ്. ആണോ? കുറെ സ്ട്രിക്റ്റ് ആയിരുന്നു. മമ്മി ആണെങ്കിൽ ഇച്ചിരി ഓക്കെയാണ്, നിങ്ങളോർക്കും മമ്മിയാണ് സ്ട്രിക്റ്റ്, പക്ഷെ
വല്യമ്മ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു, ഈ തുണി ഉടുക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വല്യമ്മ കുറെ സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുക്കന്മാരോട് സംസാരിക്കാൻ. സോ വല്യമ്മ ആൾക്കാരെന്ത് പറയും, വല്യമ്മയുടെ ഒരേ ഒരു ഡയലോഗ് മലയാളി അവൾ ഇത് പറഞ്ഞ് ഇവൾ അത് പറഞ്ഞ് അവനെ കണ്ട ഇവളെ കണ്ട് പടി, അത് അങ്ങനെയായിരുന്നു. പിന്നെ മമ്മി ഇച്ചിരി സപ്പോർട്ടിങ് ആണ്, അതുകൊണ്ട് ഞാൻ മോഡലിംഗ് ചെയ്തപ്പോൾ എല്ലാം ചെയ്തപ്പോൾ മമ്മി വാസ് വെരി സപ്പോർട്ടിങ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ജിസയില് ഈ ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ആ എൻട്രി ഡാൻസ് കഴിഞ്ഞിട്ട് ലാലേട്ടനോട് സംസാരിക്കുമല്ലോ, അപ്പോൾ ജിസയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളികളുടെ മനസ്സിൽ എനിക്ക് ഇത്തിരിയെങ്കിലും ഇടം തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന്. ജിസേലിൻ്റെ ആ ഒരു ഡാൻസ്, ആ ഒരു ഫസ്റ്റ് സ്പീച്ച് ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ പോയി എനിക്ക് സ്പെല്ലിങ് കിട്ടാൻ ഇത്തിരി പാടുപെട്ടു. ജിസേൽ തക്ര എന്നുള്ളത് നമ്മൾ കേട്ട് ശീലമില്ലാത്തൊരു പേരായതുകൊണ്ട് ഇത്തിരി പാടുപെട്ടു. സ്റ്റിൽ ഞാനത് സെർച്ച് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ ഫോളോ ചെയ്തു. ആൻഡ് ഐ വാസ് ക്വൈറ്റ് ഷുവർ, ഓക്കെ, ഈ മലയാളിയായ നോർത്ത് ഇന്ത്യക്കാരി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നു. എന്ത് തോന്നണു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട്? കീഴടക്കിയോ? ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇത് റെസ്പോൺസ് കണ്ടപ്പോൾ സീരിയസ്ലി ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ. ഇത്ര സ്നേഹം കിട്ടുന്ന ഞാൻ ഓർത്തില്ല. ആൻഡ് എവ്രിബഡി ഐ ഗോട്ട് സം, I think I shouldn't be saying 35,000 messages. Oh my God. Seriously. That's huge. So many messages that I'm overwhelmed. Itro messages kittite unfair eviction നിങ്ങൾ പോകണ്ടായിരുന്നു, ഞാൻ ഷോ നിർത്തി. എനിക്ക് ഭയങ്കര വിഷമമായി ജിസയിലെ ഔട്ടായപ്പോ. So I felt very so much love because I felt ഇത്ര സ്നേഹം കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ honestly ഓർത്ത് I will be ഇത്ര ഞാൻ ഞാനടുത്ത് അനുമോളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനടുത്ത് ഇങ്ങനെ വേണം, ആൾക്കാർ ഇവളെ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെടും, അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കും. പക്ഷെ ഞാനടുത്ത് അത് നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ആകാതെ പിന്നെ ഞാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചേഞ്ച് ആയില്ല. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു അനുമോൾ ഇങ്ങനെയൊക്കെ ഉടുപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക്, ബിക്കോസ് അകത്ത് അവർ അതാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമല്ല. ലൈക്ക് ഷാനവാസ് ഓൾസോ സെഡ്. സോ ഐ സെഡ് മേ ബി ദേ ആർ ഡൂയിങ് റൈറ്റ് തിങ്, ഐ എം നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്, ബട്ട് ദെൻ ഐ വാസ് ബീയിങ് മൈ സെൽഫ്. സോ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മളുടെ മലയാളി ഓഡിയൻസ് ഇസ് പ്രോഗ്രസീവ്. എക്സാക്ട്ലി. സോ ദേ ആർ റിലേറ്റിംഗ് ടു മീ ബിക്കോസ് ഐ എം റിലേറ്റബിൾ, ബിക്കോസ് ദേ ആർ ലൈക്ക് മീ, റൈറ്റ്? വന്നിട്ട് എപ്പിസോഡുകളെല്ലാം കണ്ടിരുന്നോ? ഒന്നും കണ്ടില്ല. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഈ ഷാനവാസ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, മലയാളികൾ നിന്നെ ഇഷ്ടപ്പെടുത്തില്ല, ക്ലിപ്പ് കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ. ആൻഡ് ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഹി നോമിനേറ്റഡ് യു. അപ്പോൾ ഉടുപ്പിന് അതെന്തിനാ? എന്നാ പിന്നെ ഇങ്ങനെ പോയിട്ട് പറഞ്ഞത് എന്തിനാ? എനിക്ക് ആ സംഭവം തീരെ വർക്കായില്ല. സോ ഷാനവാസ് ഓർത്ത് ബിക്കോസ് ഇവള് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുവാണ്, അല്ലേലും പ്രേക്ഷകർക്ക് ഇവളെ ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ അതിന്റെ ഒരു റീസൺ ആയിട്ട് നോമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമില്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ചെയ്തിട്ടുണ്ടെന്ന്. പിന്നത്തെ ഇത് ഞാൻ ഓർക്കുന്നില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ഇത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു. ലൈക്ക് ഇങ്ങനെ വന്നത് ഉപദേശിക്കുകയും ചെയ്യും എന്ന സൈഡിൽ കൂടി. ഷാനവാസ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഒരു ശരിക്കുള്ള കുടുംബ സ്ത്രീയാണെന്ന്. അത് പറയാൻ തുടങ്ങിയ അയാൾ, ബിക്കോസ് അയാൾ കണ്ട് ഞാൻ ആഹാരം ഉണ്ടാക്കും, ഞാൻ ചൂട് നല്ലപോലെ ചെയ്യുന്നുണ്ട്, ഏത് പണിയാകട്ടെ ഞാൻ നന്നായിട്ട് ചെയ്യും. പിന്നെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. അയാളുടെ ഒരു ബബിളിൽ എന്ന് വെച്ചാൽ അയാളുടെ ആക്ടിങ് ആകട്ടെ, ഹി ലിവ്സ് ഇൻ ഹിസ് ഓൺ ബബിൾ വേർ ഐ തിങ്ക് മേ ബി അവൻ എൻ്റെ പോലെ പെണ്ണിനെ കണ്ടിട്ടില്ല, ബിക്കോസ് അത് സറൗണ്ടിങ്സ് അല്ല. അവന്റെ ഒരു നോഷൻ ചേഞ്ച് ആയി എന്നെ കണ്ടിട്ട് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഉടുപ്പിട്ട എന്ത് ചെയ്താലും മേക്കപ്പ് ചെയ്താലും ഇവള് ഒരു he used to always tell me, you're a കുടുംബ സ്ത്രീ, because അവന് മനസ്സിലായി you can wear anything but still have values, still be good at home, you can be a homemaker. So അത് അവന് മനസ്സിലായി. ഇനി അവൻ പുറത്ത് വരുമ്പോൾ അവൻ ഇൻഫാക്ട് he'll be little open minded. അപ്പോൾ അപ്പാർട്ട് ഫ്രം ബിഗ് ബോസ് ആരാണ് ജിസേൽ തക്കറ? യു ആർ എൻ ഓൺടർപ്രണർ അല്ലേ? അത് അന്ന് പ്രൊഫൈലിൽ കാണിച്ചത്. എന്താണ് ബിസിനസ്? So I have my biofloc fisheries business, which is agriculture. Okay. I also have a cold storage. So like that's why I'm an entrepreneur. ഇത് ഞാൻ 4 വർഷമായിട്ട് ചെയ്യുവാണ്. ഓൾവേസ് ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്താലും ഞാൻ ഈ മോഡലിംഗ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആസ് എ ഹോബി ഞാൻ ആക്ടിങ് ഒക്കെ ചെയ്ത്. പക്ഷെ എൻ്റെ ഒരു ഗോൾ എന്ന് വെച്ചാൽ I wanted to be an entrepreneur because I wanted that control where ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ കൺട്രോളിലാണ്. സോ അത് ഓൾവേസ് വേണ്ട, അതൊരു എൻ്റെ ഡ്രീമായിരുന്നു. അത് ഞാൻ ഒരു യങ് ഏജിൽ ചെയ്യാൻ പറ്റി.
സോ ഐ ഫീൽ ബ്ലെസ്ഡ്. എങ്ങനെയാണ് ഈ മലയാളം ബിഗ് ബോസ് ഉള്ളൊരു കോള് ജിസേലിനെ തപ്പി വരുന്നത്? അതായത് നമുക്കിതുവരെ മലയാളികളെ തന്നെ കണ്ടിട്ടാണ് പരിചയം. ഇതൊരു പുതിയ മുഖമായിരുന്നു, ഒരു പുതിയ ക്യാരക്ടറായിരുന്നു ഞങ്ങൾ മലയാളികൾക്ക്. എങ്ങനെ എത്തി? This is purely coincidental because എനിക്ക് എൻ്റെ മോളിൽ നിന്ന് കോൾ കിട്ടി that we have a reality show for you. That was in January. So ജാനുവരിയിൽ റിയാലിറ്റി ഷോ ഒരു ഓഫറായി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഇൻ മൈ ഓഫീസ് എൻ്റെ മെയിൻ മൈ മെയിൻ മാനേജർ വാസ് നോട്ട് അവൈലബിൾ. സോ ഐ സെഡ് എനിക്ക് ഓഫീസിൽ പോകണം പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ലാംഗ്വേജ് അറിയാം. ഞാൻ പറഞ്ഞു ഐ എം മലയാളി സോ ഐ നോ മലയാളം. സോ പറഞ്ഞ് നിങ്ങൾക്ക് മലയാളം ബിഗ് ബോസ് ചെയ്യാമോ? ഞാനത് ബിഗ് ബോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു നോക്കാം. വീട്ടിൽ ചെന്നിട്ട് മമ്മി പറഞ്ഞു, മമ്മി മമ്മിക്ക് ഇത് ചെയ്. സോ മമ്മി സഡൻലി ഗോട്ട് വെരി എക്സൈറ്റഡ്. ഞാൻ പറഞ്ഞു മമ്മി ബിഗ് ബോസ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ബിഗ് ബോസ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ഗോ ഇൻ സൈഡ് ദ ഹൗസ്, 3 മാസം പോകണം, ഫോൺ ഇല്ലായിരിക്കും, ഞാൻ എൻ്റെ ബിസിനസ് എങ്ങനെ നോക്കും, എനിക്ക് അതൊരു സ്ട്രെസ്സായിരുന്നു. പക്ഷെ മമ്മിക്ക് എപ്പോഴും ഒരു ഡ്രീമായിരുന്നു കേരളത്തിൽ എന്തോ ഒരു പടം ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ എന്തോ വല്ലത് ചെയ്യണം, നമ്മളുടെ നാട്ടല്ലേ. ഞാൻ പാരീസ് മിലാൻ എവിടെയെങ്കിലും പോയാൽ മമ്മിക്ക് കേരളത്തിൽ ഞാൻ ഇച്ചിരി മമ്മിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ തന്നെയാണ്. സോ ഞാൻ ഓർത്ത് പിന്നെ മമ്മി പറഞ്ഞു യു ഷുഡ് ഡു ഇറ്റ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ജൂലൈയിലായിരുന്നു. സോ ദെൻ ഐ ഹയർഡ് സംബഡി അപ്പാർട്ട് ഫ്രം ദ മാനേജർ സോ ദാറ്റ് എനിക്ക് 3 മാസം പോയാലും എൻ്റെ ഓഫീസ് നോക്കിക്കോണം അല്ല അങ്ങനെ. 2 ബിഗ് ബോസിലും പങ്കെടുത്ത ആളായതുകൊണ്ട് ചോദിക്കുക, എങ്ങനെയാണ് ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് വെച്ച ഗെയിം നിങ്ങൾ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ത്രോട്ട് ആകണം. ചെറിയ കാര്യങ്ങളിനെ വലുതാക്കാൻ അറിയണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ചെയ്യണം അറിയണം. പിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ അറിയണം. അതൊന്നും എൻ്റെ കഴിവില്ലാതെ ഉള്ളതാണ് ഞാൻ. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആദ്യം പറ്റുമായിരുന്നു ഹിന്ദി ബിഗ് ബോസ് ചെയ്യാൻ നേരത്ത്. ഐ വാസ് മോർ അഗ്രസീവ്, വഴക്കൊക്കെ ഇടാനൊക്കെ അങ്ങനെ. ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം എൻ്റെ മനസ്സ് എന്ന് വെച്ചാൽ എനിക്ക് വല്ലൊരു കരഞ്ഞാലും എനിക്ക് കരച്ചിൽ വരും, അങ്ങനത്താണ്. അപ്പോൾ എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഗെയിം ഫോർ മീ. അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലും ജിസേലിന് ഒരു സ്പെഷ്യൽ സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ള അനുമോൾക്കായാലും ജിസേലിൻ്റെ അടുത്തൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു അനുമോളുടെ. അത് നമ്മൾ കൂടെ തമ്മി താമസിച്ച അത് നമ്മളുടെ സ്വഭാവം നോക്കി ഒരു സ്നേഹം ഉണ്ടാവും. പിന്നെ ഞാൻ ആരോടും ഇങ്ങനെ വിതൗട്ട് എനി റീസൺ വഴക്കൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലൈക്ക് നിങ്ങളെ ഹേർട്ട് ആകാൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ നോമിനേറ്റ് പോലെ ചെയ്തിട്ടില്ല. ലൈക്ക് എൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നെങ്കിൽ അവരെ നോമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു നല്ല കാര്യമായി ഞാൻ പുറത്ത് വന്ന് ഒന്നോർത്താ. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇപ്പം 2 വീക്ക് കഴിഞ്ഞ് നോമിനേറ്റ് ലൈക്ക് ലാസ്റ്റ് ഒരു അങ്ങനെ വരും, യു ഹാവ് ടു നോമിനേറ്റ് യുവർ ഓൺ പീപ്പിൾ റൈറ്റ്. അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അയ്യോടാ. ഓൾറൈറ്റ്. എന്താണ് ഹിന്ദി ബിഗ് ബോസും മലയാളം ബിഗ് ബോസും തമ്മിൽ ജിസയിൽ കണ്ടുവരുന്ന മേജർ വ്യത്യാസങ്ങൾ? ഹിന്ദി ബിഗ് ബോസ് ഈസിയാണ് ബിക്കോസ് ഫുഡ് ആകട്ടെ, അപ്പോൾ അവിടെ പ്രോട്ടീൻ പൗഡർ കിട്ടും, അവിടെ മിൽക്ക് കിട്ടും. സോ ദീസ് തിങ്സ് ഫോർ മീ. എനിക്ക് ചായ നല്ല ഇഷ്ടമാണ്. എനിക്ക് ചായ ഇല്ലാതെ ഞാൻ 2 മാസം ലൈക്ക് പാല് കിട്ടിയില്ല, കോഫി കിട്ടിയില്ല. അത് വാസ് വെരി ഡിഫിക്കൾട്ട്. ഹിന്ദി ബിഗ് ബോസിൽ ഫുഡ് ഇച്ചിരി കൂടി നല്ലതാണ്. പിന്നെ കിട്ടും എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയില്ല ബിക്കോസ് 7ന്റെ പണിയാണ്. അല്ലെങ്കിൽ എനിക്ക് ഷുവർ മേക്കപ്പും ലാസ്റ്റ് സീസൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7ന്റെ പണി വാസ് വെരി ഡിഫിക്കൾട്ട്. ഹിന്ദി സീസൺ ഇച്ചിരി കൂടി ഈസി ഗോയിങ് ആണ്. ഈ സദാചാരം ഇവിടെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? ലൈക്ക് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട്. സദാചാരം മീൻസ് മോറൽ പോലീസിങ് ഇല്ലേ? ആൾക്കാരുടെ ഒരു ഈ ആൾക്കാരുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണല്ലോ അകത്തുള്ളവര്. ആ ഒരു ബ്ലാങ്കറ്റ് ഇഷ്യൂ ഒക്കെ അനു കൊണ്ടുവന്നത് അതുകൊണ്ടാണെന്ന് ഐ ഫീൽ. അല്ലേ? മോറൽ പോലീസിങ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇതിനകത്ത്? എല്ലാവർക്കും ഇല്ലായിരുന്നു സദാചാരം. അനുമോൾ ഇച്ചിരി കൂടി ലൈക്ക് ഇച്ചിരി കൂടി സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് അല്ല, ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഷാനവാസിന്റെ പോലെ അനുമോൾക്കും ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവളുടെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ചാൽ ഒരു പെണ്ണ് ചെറുക്കൻ സംസാരിക്കാൻ നേരത്ത് എന്തോ ഒരു അങ്ങനെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഓർക്കും. അങ്ങനെ ഉണ്ടായിരുന്നു.
എനിക്ക് പക്ഷെ ജിസേൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ വാസ് ലൈക്ക് ഇങ്ങനെ വേണം ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം എന്താണെന്നറിയോ, അങ്ങനെ ഒരു അലിഗേഷൻ, ഓക്കെ പുതപ്പിനടിയിൽ ഞാൻ ഇവർ ഉമ്മ വയ്ക്കുന്നത് കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് റേസ് ആവും. അല്ല, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഞാൻ അതുകൊണ്ട് ഒന്നും ചെയ്തില്ല, ബിക്കോസ് ഞാൻ ചെയ്തില്ല. ഇത്ര ക്യാമറ ഉണ്ട്, അവർ തെളിവാക്കും. അതുകൊണ്ട് ഞാൻ എന്തിനാ വെറുതെ സ്ട്രെസ് ചെയ്യാനാണ്, ഞാൻ എന്തിനാ വെറുതെ കാറി ഷൗട്ട് ചെയ്തിട്ട്. പക്ഷെ എന്നാൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ അമ്മ എന്ത് വിചാരിക്കും, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഇഫ് യു ഹാവ് വിചാരിക്കും ഞാൻ. പക്ഷെ എനിക്കറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ട് അവളോടും പറഞ്ഞു, നീ എന്താ ഷോ വിട്ട് പോവോ, അല്ലെങ്കിൽ നീ സോറി പറയോ, ജയിലിരുന്നിട്ട് ചോദിച്ചു റോങ് ആവുമെങ്കിൽ. അവൾ പറഞ്ഞു ഇല്ല, അവൾക്ക് ഷോർ ഇല്ലായിരുന്നു, അവള് വെറുതെ ഓർത്തതാണെന്ന് എനിക്കറിയാം. പിന്നെ ലാലേട്ടൻ സ്വന്തം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, 74 ക്യാമറാസ് കണ്ടിട്ടുണ്ട്, ഞങ്ങള് കുറെ മണിക്കൂറുകൾ കണ്ട്. അപ്പോൾ അവള് അത് കേട്ടിട്ടും അവൾക്ക് ഒരു ചമ്മൽ വന്നില്ല. അത് കണ്ടപ്പോൾ തോന്നിയത് എന്താണ് അനു ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ ആസ് എ ഹ്യൂമൻ. അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുള്ള ജിസേലിനെ വിട്ടേക്ക്, അകത്തുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജിസേലിന് എന്തായിരുന്നു തോന്നിയത്? അതുകൊണ്ട് ഞാൻ അനുമോളോട് പറഞ്ഞു, അവളെ ചാലഞ്ച് ചെയ്ത്, ഇത് നീ റോങ് ആകും, അപ്പൊ നീ എന്താ സോറി പറയോ എല്ലാവരുടെ മുമ്പേ എന്നോട്. അവൾ പറഞ്ഞു പറയത്തില്ല. പറഞ്ഞില്ലല്ലോ, പിന്നെ അത് ഒരു ബാഡായിട്ട് തോന്നുന്നുണ്ടോ? സ്റ്റബേൺ ആണ്, അവൾ പറയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ഓർത്തു, ആ ഒട്ടും കൂൾ ലൂസ് ചെയ്യാതെ, അത് ഈ സിറ്റുവേഷൻ വിട്, എത്ര പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് 2 വട്ടം അല്ലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ജിസേലിൻ്റെ ആ ഒരു സ്റ്റാൻഡ് വിട്ടാണ് അങ്ങനെ ആ ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. ഹൗ ഡു യു ഡു ദാറ്റ്? ഞാൻ അത്ര പെട്ടെന്ന് ദേഷ്യം പിടിക്കത്തില്ല. സെൽഫ് റെസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് സംബഡി ഹേർട്സ് മൈ സെൽഫ് റെസ്പെക്ട് ദെൻ ഡെഫിനറ്റ്ലി ഐ വിൽ സ്പീക്ക് ഔട്ട്. ബട്ട് ഓണസ്റ്റ്ലി കാര്യം ഞാൻ ഇങ്ങനെ ഈ ടോണിൽ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളെ തെറി പറഞ്ഞാലും നിങ്ങൾ തന്നെ ഓർക്കും ഞാൻ പറഞ്ഞത് ശരിയാണ്, ഇവൾക്ക് ഇങ്ങനെ കിട്ടണം. നിങ്ങൾ നന്നായിട്ട് ആൾക്കാരോട് സംസാരിക്കും, നിങ്ങളും ഇച്ചിരി ഗിൽറ്റി ഫീൽ ചെയ്യും, ഓ ഇവൾക്ക് അങ്ങനെ പറയണ്ടായിരുന്നു. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. ഐ ഫോളോ ഗാന്ധിജി. ഗാന്ധിയന്മാർക്കും പിന്തുടരുന്ന ആളാണ് ജിസേൽ തക്കറാർ. ഓ ഓൾ റൈറ്റ്. നോൺ വയലൻസ് ഇസ് ബെറ്റർ ദാൻ വയലൻസ്. ഇനി ബിഗ് ബോസിൽ വിളിച്ചാ പോവോ? ഇനി ആക്ച്വലി ഹിന്ദി OTT ബിഗ് ബോസ് വിളിച്ചായിരുന്നു ലാസ്റ്റ് ഇയർ, ഞാൻ പോയില്ലായിരുന്നു. ഇനി മതിയായി. ഐ തിങ്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം എനിക്ക് വേണ്ടി ആണോ എന്ന് എനിക്കൊരു സംശയമോ ഒന്ന് പറഞ്ഞു നോക്കൂ. സംശയം ശരി, വെരി ഗുഡ്. സംശയമാണ് ഏറ്റവും ക്യൂട്ട്. സംശയം. എന്തൊക്കെയാണ് മലയാളത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ? ഞാൻ കുറെ വേർഡ്സ് പഠിച്ചു. ലൈക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ജനറൽ അല്ലേ? പിന്നെ മൂപ്പർ പഠിപ്പിച്ച, പിന്നെ കഴിവ് കേറി, അല്ല അത് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ഇസ് കഴിവ് കേറി, ലൈക്ക് ടാലന്റഡ്. അത് പഠിച്ച് അതല്ലേ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയല്ലേ ജിസേൽ പറയുന്നത്? അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കഴിവ് കെട്ടവൻ. അതിനാണ് കഴിവ് കേറി എന്ന് പറയുന്നത്. അതെന്താ എനിക്കറിയാത്തൊരു വാക്ക് മലയാളത്തില്. കഴിവ് ഇതിന്റെ ഓപ്പോസിറ്റ് കൊള്ളത്തില്ല, അത് പറയരുത്. കഴിവുള്ളവൻ, അതിനാണ് കഴിവ് കേറിയാ അങ്ങനെ ഒരു വാക്ക് ഇറങ്ങിയാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, അത് ഇല്ല അതിന്റെ അകത്ത് ബാഡ് വേർഡിന് അല്ലേ? അതെ അപ്പൊ കഴിവ് കേറി വേറെ വാക്ക് വേറെ അത് കഴിവ് ഉണ്ടാവുമായിരിക്കും അല്ലേ? എനിക്കറിയാം. അത് ആരെങ്കിലും പറ്റിച്ചതാണ്? കഴിവിച്ചതല്ല, പഠിച്ചതാണ്. എവിടെന്ന്? അക്ബർ. അക്ബർക്കെ പറഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട്. കഴിവ് കേറി എന്ന് പറയുന്ന വാക്കില്ലല്ലോ. കഴിവ് കേറുമ്പോ ലൈക്ക് യു ആർ ടാലന്റഡ്, നിങ്ങൾക്ക് കഴിവ് കേറി. എനിക്കറിയില്ല, അറിയില്ല. പിന്നെ വേറെ എന്താ? മേ ബി അവിടെ തൃശ്ശൂരിന്റെ മലയാളം ഡിഫറെന്റ് ആണ്, അതായിരിക്കും. ആടാ, ആലപ്പുഴയുടെ ഡിഫറെന്റ് ആണ്. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് നമുക്ക് പല. പക്ഷെ അത് തൃശ്ശൂരുടെ ആയിരിക്കും.
അങ്ങനെയുണ്ടോ? ഞാൻ കൊച്ചിക്കാരി, അപ്പൊ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇച്ചിരി ഇപ്പം ന്യൂ ജനറേഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും അങ്ങനെ കഴിവ് കയറി എന്ന് പറയുന്ന ഒരു വാക്ക് തൃശ്ശൂരിലുണ്ടെങ്കിൽ യു ഗൈസ് കമന്റ് ഡൗൺ. എനിക്കും പഠിക്കാമല്ലോ. പിന്നെ എന്താ പഠിച്ചേ? പിന്നെയും കുറെ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്, ഇപ്പം ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. ഇപ്പം ഓർമ്മ വരുന്നത് പഠിച്ചിട്ട്. ബാഡ് വേർഡ്സ് എന്തെങ്കിലും പഠിച്ചോ? അത് പറയാമോ ഇവിടെ? പിന്നെന്താ, ഞങ്ങൾ ബീപ്പിടാം തീരെ പറ്റത്തില്ലെങ്കിൽ. കുറച്ച് പട്ടിത്തണ്ടി വരെയൊക്കെ ഓക്കെയാണ്. അയ്യോ, പക്ഷെ അറിയത്തില്ലാത്ത വലിയ തരയാണ് അതും. അത് എവിടെ ബീപ്പിടും? നമ്മൾ ഇത്രയും പേരിലേക്ക്. അതും ഞാൻ അക്ബറോടാണ് പഠിച്ചത്. ഈ അക്ബറൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ ആ തെറി പറഞ്ഞപ്പോ ആരെ വിളിച്ചു? ആരെ വിളിച്ചു? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞിങ്ങനെ പറയരുത്, ശരിയല്ല, അപ്പൊ പറയുന്നില്ല. ഞാൻ എന്താണ്? എം കൊണ്ടാണ്. ഓ, അത് പഠിച്ചോ? എടാ എന്നിട്ട് വിളിച്ചു അല്ലേ? അത് പറയണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ. അത് അക്ബർ പറയുന്ന കേട്ടാണ് പഠിച്ചത്. അക്ബർക്ക് ഇങ്ങനെ പറയാറുണ്ടോ? അക്ബറിന് ദേഷ്യം വരും. പറഞ്ഞു. അക്ബർക്കയുടെ ഒരു നാളെ വരുന്നുണ്ട്. അക്ബർക്കയുടെ ഒരു ആൽബത്തിന്റെ ഇനോഗ്രേഷൻ ടുമോറോ. അപ്പൊ അക്ബർക്കാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ വേറെ എന്ത് ചീത്ത വാക്കാ പഠിച്ചത്? ചീത്ത വാക്ക് അത്രയല്ല, അല്ല ഇനി ഇത്ര പഠിച്ചിട്ട്. ആരാണ് ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിട്ട് ബിഗ് ബോസ് ഹൗസിൽ തോന്നിയിട്ടുള്ളത്? അത് നിങ്ങൾക്കറിയാമല്ലോ, ആര്യനാണ്. വൈ ഈസ് ആര്യൻ സോ സ്പെഷ്യൽ? ഇതൊരു ഇത്ര ആൾക്കാരെ വെൻ യു മീറ്റ് സോ മെനി പീപ്പിൾ ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ ആയതായിരുന്നു. ആണോ? ലൈക്ക് ഫസ്റ്റ് സൈറ്റ്? ഫസ്റ്റ് സൈറ്റ് കണക്ഷൻ, റൈറ്റ്? സോ വെൻ ഐ entered കണക്ഷൻ, ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ഇൻസ്റ്റന്റ് കണക്ഷൻ ആയിരുന്നു. ഓൾസോ you know when you connect with somebody, അത് എന്ത് റീസൺ ആണ്, നമുക്ക് ഒരു സെയിം ഒരു അതായിരുന്നു, ലൈക്ക് മ്യൂച്വൽ റെസ്പെക്ട്. we bonded on food, like I would keep food for him and he would keep food for me, and like we would help each other in the, you know, like all the work, like it was like that. എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ജിസേലിന് ആ ഒരു ഉള്ളില് ആര്യനോടുള്ള സ്ഥാനം കൂടിയത് ഒരു ടാസ്കിൽ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് വന്നില്ലേ, ടു ഷേവ് ഓഫ് യുവർ ഹെയർ. അത് ജിസേലിനായിരുന്നു അത് കിട്ടിയത്. പക്ഷെ ആര്യൻ അത് ഞാനും ചെയ്യത്തില്ല അവളും ചെയ്യത്തില്ല എന്നാണ്. ഹി ടുക്ക് എ സ്റ്റാൻഡ് ദാറ്റ് ഡേ. ഓർമ്മയുണ്ടോ? ആ ഒരു സമയത്താണോ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി സ്പെഷ്യൽ എന്ന് വെച്ചാൽ അത് ഗ്രാജുവലി എപ്പോഴും ഹീസ് ഓൾവേസ് ഡൺ ദാറ്റ്. ഇനി പറയൂ. അല്ല, ആ ടാസ്കിലും എവറി ടാസ്ക് ആകട്ടെ, എവറി ഡേ ആകട്ടെ, ഇച്ചിരി ഞങ്ങളുടെ അത് ബോണ്ട് സ്ട്രോങ് ആയിപ്പോയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. മിസ് ചെയ്യുന്നുണ്ടോ അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോ? ലൈക്ക് ഇനിയിപ്പോ ആര്യൻ പുറത്ത് വരുമ്പം എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഉള്ളിൽ? അകത്ത് പ്ലാൻ ചെയ്യുമായിരുന്നു. എന്താണ് പ്ലാൻ? അല്ല, അങ്ങനെ ഓർക്കുമായിരുന്നു, ലൈക്ക് ബിക്കോസ് ഹി യൂസ് ടു സേ ഓക്കെ വി വിൽ ഗോ ഫോർ ഹർ. ബിക്കോസ് അകത്ത് ഒരു വീടിൻ്റെ അകത്ത് നിങ്ങൾ ഈ സഫോക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഓർക്കും ഇങ്ങനെ നിങ്ങൾ ഇവിടെ പോവാ, ഈ കൺട്രിയിൽ പോവാ, ആ കൺട്രിയിൽ പോവാ, നിങ്ങൾ ഓർക്കും വാട്ടർഫോൾ. യു ആർ ബേസിക്കലി ഇമാജിനിങ് തിങ്സ്. ഒന്നോർത്ത ഒരു വീടിൻ്റെ നമ്മൾ ഈ മുറിയിലൊന്ന് നോക്കി നമ്മൾ ഒരു ദിവസവും താമസിച്ചാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും, റൈറ്റ്? ഇത്ര ആൾക്കാരാകട്ടെ. അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് നിങ്ങൾ ഞാനാണെങ്കിൽ 60 days 63 days താമസിച്ചപ്പോൾ യു സ്റ്റാർട്ട് ഇമാജിനിങ് ആൻഡ് പ്ലാനിങ് തിങ്സ്. സോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.